ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അനിയന്മയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മീൻ കറി എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൺചട്ടിക്കകത്തോട്ട് 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു സമയം ഇതിൽ 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടിയും കുരുമുളകൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചെടുത്താണ്, ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത ഒരു പേസ്റ്റ്. പിന്നെ ഒരു വലിയൊരു സവാള പകുതി അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പത്തിൽ ഒരു ചെറിയൊരു തക്കാളി കൂടെ ചേർക്കാം. പിന്നെ മല്ലിയില, കറിവേപ്പില, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കാം. മല്ലിയും കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് നല്ലൊരു മസാല തയ്യാറായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് അളവിൽ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് മതിയാവും. വാളൻപുളി വെള്ളം, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നല്ല കട്ടിയിൽ പുളി പിഴിഞ്ഞെടുക്കണം. അതൊരു 1/2 ഗ്ലാസ് കൂടെ ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ആ പുളി കിടന്നിട്ട് ഈ ഒരു മസാല നല്ല രീതിയിലൊന്ന് തിളച്ച് വരും. ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങും. ഈ ഒരു സമയം എരിവും ഉപ്പും പുളിപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എരിവ് പോരാന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട, നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തി അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മത്തി തന്നെ വേണമെന്നില്ല കേട്ടോ, അയില, ഏത് മാംസമുള്ള മീനും നമുക്കിതിനകത്തോട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, മസാല എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ. ഇനി ഒരു മൂടി വെച്ച് അടച്ച് വയ്ക്കുക. ഇടയിൽ ഒരു 2 തവണയെങ്കിലും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും റെഡി ആയിട്ട് വരട്ടെ. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 തവണ തുറന്ന് മസാലയൊക്കെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്താണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ചൂട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഇതുപോലെ 2 കഷ്ണം മീൻ, ഇത്തിരി ഗ്രേവി മാത്രം മതി. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.